ഇന്ന് ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട കേസെടുക്കുന്ന ദിവസമാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വന്നിരുന്നു. അതായത് വേണമെങ്കിൽ ദില്ലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അടുത്ത ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്താൻ അറിയാമെന്ന് ഹൈക്കോടതി അന്ന് താക്കീത് നൽകുന്നത് നമ്മൾ കേട്ടതാണ്. ഒപ്പം തന്നെ ഈ നമുക്ക് നൽകിയ വായ്പയുണ്ടല്ലോ 529 കോടി, അതിൻ്റെ അപ്രായോഗിക നിബന്ധനകൾ, അതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരുന്നു. ഒടുവിൽ കേന്ദ്രം പറഞ്ഞത് അതിൻ്റെ കാലാവധി ഡിസംബർ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിലൊരു ഔദ്യോഗിക അറിയിപ്പ് ഈ നിമിഷം വരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. തിയോഫിൻ കൂടിയുണ്ട് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന്. നോക്കാം ഈ കേസിൻ്റെ ഇന്നത്തെ സംഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്. തിയോഫിൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ വായ്പ അനുവദിച്ചിരുന്നല്ലോ 529 കോടി രൂപ, അതിലെ അപ്രായോഗിക നിബന്ധനകൾ. ഡിസംബർ 31 വരെ സമയപരിധി ഉണ്ട് എന്നിപ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ കഴിഞ്ഞ തവണ. പക്ഷേ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. അതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകണം എന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് ആ വിഷയത്തിൽ പറയാൻ സാധ്യതയുണ്ടോ? മനു, കഴിഞ്ഞ ആഴ്ചയിൽ ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ രൂക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോടതിക്ക് പ്രതികരിക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു. അതിനുശേഷം ആ കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്ന ഇന്നാണ്. ഇതിനിടെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് മുൻപായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം പലതവണ കോടതി പറഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു രേഖ നൽകാനോ അല്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനോ കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ തയ്യാറായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് രൂക്ഷമായി തന്നെ കോടതിക്ക് അത് പറയേണ്ടി വന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ആവശ്യമെങ്കിൽ, അതായത് ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥർ കോടതിക്ക് മേലെയാണോ എന്നാണോ ചിന്തിക്കുന്നത്, ആവശ്യമെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കോടതിക്ക് ഇവിടെ വരുത്താൻ സാധിക്കും, അവരെ ഇവിടെ വരുത്താൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി കേന്ദ്രത്തിന് മുന്നറിയിപ്പ് എന്ന രീതിയിൽ കോടതി പറഞ്ഞതുകൂടി നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. കാരണം രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൂടി കോടതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോടതിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ഈ 529 കോടി രൂപ വായ്പയായിട്ടാണ് അനുവദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 തീയതിക്കുള്ളിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ഇത് നടപ്പാക്കണം, പദ്ധതി നടപ്പാക്കേണ്ട സമയം വേണം. കാരണം ഒരു പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അവിടെ അത് പൂർത്തിയാകുമ്പോഴാണ് അതിലൊരു യൂട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞു. പണത്തിൻ്റെ വിനിയോഗം നടക്കണം, അത് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ആ ഫണ്ട് പ്രയോജനപ്പെടുത്തി എന്തെല്ലാം പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി എന്നത് പൂർത്തിയാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുക എന്നതാണ് അതിൻ്റെ നടപടിക്രമം. സ്വാഭാവികമായിട്ടും അത് ചെയ്യണമെങ്കിൽ അത് പൂർത്തിയാക്കേണ്ട സമയമുണ്ട്. അങ്ങനെ കോടതി അത് നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോൾ, ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഡിസംബർ 31 വരെ എന്ന് പറയുന്നത്. അത് വാക്കാൽ പറഞ്ഞതാണ്. അതിനൊരു രേഖ സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അങ്ങനൊരു ഉത്തരവ് വന്നിട്ടുമില്ല. മനു സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ കോടതി തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അത് സമർപ്പിച്ചിട്ടുണ്ടാകും. കാരണം ഇന്ന് ബുധനാഴ്ചയാണ്, തിങ്കളാഴ്ച സമർപ്പിച്ചിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കോടതി അത്രയും കർശനമായിട്ടാണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്കത് ഇന്ന് തന്നെ അറിയാം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ സമർപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ രൂക്ഷമായി അത് വിമർശിക്കാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകി അതുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ എന്താണ് താമസമെന്ന് കോടതി ചോദിച്ചിരുന്നു. അങ്ങനെ ആ ഒരു പരാമർശം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ഇവിടെ വരുത്താൻ കോടതിക്ക് സാധിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വായ്പകൾ എഴുത്തുന്നുള്ളത്, ബാങ്ക് വായ്പകളുണ്ട്. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ വീട് നഷ്ടപ്പെട്ടവർ, ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർ, അവിടെ താമസിക്കാൻ പറ്റാതെ പോയവർ, ഇവർക്കെല്ലാം വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, വീടില്ല. ഇവരുടെ വായ്പകൾ തിരിച്ചുപിടിക്കുന്ന വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് വായ്പകൾ എഴുതിത്തള്ളണം. അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം പലപ്പോഴും ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയാണ് ഈ വായ്പകൾ നൽകിയിട്ടുള്ളത്. അത്തരം വായ്പകളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അത് കേന്ദ്ര നിലപാടെടുക്കണമെന്ന് കോടതി ആവർത്തിച്ചത് കഴിഞ്ഞ തവണ പറയുകയും ചെയ്തു. അതിൽ നിലപാടെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കോടതി അത് പരാമർശം കഴിഞ്ഞ ആഴ്ചയിൽ അത് കൃത്യമായി തന്നെ ആവർത്തിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ചില ബാങ്കുകൾ റിക്കവറി നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു. അത് സ്വാഭാവിക നടപടിക്രമം എന്നൊക്കെ പറയുമ്പോഴും ഒരു വീട് നഷ്ടപ്പെട്ട തൻ്റെ തൊഴിൽ മാർഗം അല്ലെങ്കിൽ വരുമാന മാർഗമില്ലാതെ ഒരു വീട് ഇനി എവിടെ താമസിക്കണം എന്ന് പോലും
അറിയാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ജനത അവരുടെ ജീവിതത്തിന് വേണ്ടി തുടർന്നുള്ള നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വായ്പകൾ തിരിച്ചു പിടിക്കുന്ന നടപടികൾ തുടങ്ങുന്നത്. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ട്. കാരണം ഇത് ജപ്തി ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചടവിന് നിർബന്ധപൂർവം തിരിച്ചടവ് ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ അത് മറ്റൊരു നിർദ്ദേശവും കിട്ടാത്തതുകൊണ്ടാണ് ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നത്. അത് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അത് നിർബന്ധമായി നൽകണം, അതിനൊരു തീരുമാനം എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനു, ശരി, നോക്കാം എന്താണ് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന്.